പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇതാണ് ഇതിൻ്റെ ഒരു നിഗൂഢത. നമ്പർ 1 എന്താണ്? അപ്പായുടെ മനസ്സ് പ്രസാദാത്മകമാകണം. അതിനെന്ത് ചെയ്യണം? ദൈവസ്നേഹത്തോടെ വേണം ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും അനുഷ്ഠിക്കാനും ആചരിക്കാനും. ക്ലിയർ അല്ലേ? അല്ല നിങ്ങളുടെ രാവിലെ ഒരു മെക്കാനിസം, ഒരു യന്ത്രം പോലെ എഴുന്നേറ്റ് ഒരു തിരി കത്തിച്ച് കുറച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി നിങ്ങളുടെ ജോലിക്ക് പോയി, അതുപോലെ തന്നെ വൈകുന്നേരം വന്ന് ഒരു തിരി കത്തിച്ച് അപ്പോൾ ഈ വൈകുന്നേരം രാവിലെയും തിരി കത്തിച്ച് ഉള്ള പ്രാർത്ഥന മാത്രമല്ല ഉടമ്പടി. ആ പ്രാർത്ഥന എല്ലാം കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും 30% നമുക്ക് റിട്ടേൺസ് വരണത്. ഞാൻ എപ്പോഴും പറയുന്ന. പക്ഷെ ബാക്കി 70% ഉണ്ടല്ലോ. ബാക്കി 70% വരണത് എന്താണ് വരണത്? അതിൻ്റെ അകത്ത് പ്രയോഗങ്ങളുണ്ട്, പ്രഖ്യാപനങ്ങളുണ്ട്. അപ്പോൾ വിശ്വാസമാണല്ലോ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഈ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഈ പ്രകടനം പ്രാർത്ഥനയായിട്ടുണ്ട്, പ്രഖ്യാപനമായിട്ടുണ്ട്, പ്രയോഗമായിട്ടുണ്ട്. ഇതെല്ലാം കത്തിക്കണത് എന്താണ്? ദൈവസ്നേഹമാണ് കത്തിക്കണത്. മനസ്സിലായില്ലേ? ദൈവസ്നേഹമാണ് ഇതിലെ. ഞാനൊരു കാര്യം പറയും. ഇപ്പോൾ ഒരു വയറ്, ഇപ്പോൾ വയറിലൂടെ നമ്മുടെ ഒരു ഇൻസുലേറ്റഡ് ആയിട്ട് വയറ്, അതിനകത്തുകൂടി ചെമ്പ് കമ്പി പോകുന്നു. ഇത് ഇങ്ങനെ വയർ ചെയ്തിട്ടത് കൊണ്ട് മാത്രം നമുക്ക് കറണ്ട് കിട്ടുമോ? അത് നിങ്ങൾ പറ. വയറിങ് കഴിഞ്ഞത് കൊണ്ട് കറണ്ട് കിട്ടുമോ? ഇല്ല. അതിൻ്റെ അകത്തുകൂടി ഇലക്ട്രോണിക്സ് പായിക്കണം. ഇലക്ട്രോണിക്സ് അതിൻ്റെ അകത്ത് കൂടി പായിക്കണം, കണക്ഷൻ എടുക്കണം. അപ്പോഴേ ഇതിൻ്റെ അകത്ത് വരുന്ന ആ വയറും, ഇൻസുലേറ്റഡ് ആയ വയറും അതിനകത്തുള്ള ചെമ്പ് കമ്പിയും ഇൻഫ്രാസ്ട്രക്ചറാണ്. എന്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ? ഈ ഇലക്ട്രോണിക്സ് പായിക്കാനുള്ള, ദൈവസ്നേഹത്തെ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറായിട്ടാണ് വിശ്വാസം വരണത്. വിശ്വാസം ഇപ്പോൾ അവരെല്ലാവരും തൊടുന്നവരെല്ലാവരും അവരെ രക്തസ്രാവക്കാർ പോലും കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളുപ്പിൽ തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന വിഷയം ആ വിശ്വാസത്തിൽ തന്നെയാണ്. അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ പണ്ട് ലാമ്പ് സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോൾ എൻജിൻ ഓയിൽ വേറെ, പെട്രോൾ വേറെ ഒഴിക്കും ഇല്ലേ? സാധാരണ ഇപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഒഴിക്കണത്. അപ്പോൾ അതുപോലെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ചില വണ്ടികളിൽ ഇത് പ്രത്യേകം ഒഴിക്കത്തില്ല, മിക്സ് ചെയ്ത് ഒഴിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സംഭവം, ഇലക്ട്രിസിറ്റിയുടെ പ്രവാഹം. ഈ പ്രവാഹമാണ് ദൈവസ്നേഹം എന്ന് പറയണത്. അതിൻ്റെ ഈ ദൈവസ്നേഹം പായിച്ചു വിടാനുള്ള, ദൈവത്തിലേക്ക് കൊടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക സാഹചര്യമായിട്ടാണ് ഈ വയറിങ് പോലുള്ള വിശ്വാസം വരണത്. അപ്പോൾ നിങ്ങൾ പറയും വിശ്വാസമാണ് എല്ലാം എന്ന് പറയരുത്, ദൈവസ്നേഹമാണ് എല്ലാം. കൈ അടിച്ച് കർത്താവിനോട് സുന്ദരനേ പ്രാണപ്രിയ ആരാധിക്കുന്നു, ആരാധ്യനേ സുന്ദരനേ പ്രാണപ്രിയ ആരാധിക്കുന്നു. ഈ ദൈവസ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, വിശ്വാസമല്ല എല്ലാം, അത് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമാണ്, വയറിങ് മാത്രമാണ്. അതിൻ്റെ കടയിലുള്ള ചെമ്പ് കമ്പിയാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. കണക്ഷനാണത്. വിശ്വാസം കണക്ഷനാണ്. പക്ഷെ വയറിങ് ചെയ്തിട്ടത് കൊണ്ട് ആർക്കും കറണ്ട് കിട്ടത്തില്ല. കറണ്ട് വേറെ വിഷയമാണ്. ഈ വിശ്വാസമുള്ള ആൾക്കാർക്ക് ദൈവസ്നേഹം ഉണ്ടാകണം. നിങ്ങളുടെ വിശ്വാസത്തിന് എന്തുകൊണ്ടാണ് പവർ ചെയ്യാത്തതിൻ്റെ കാരണം വിശ്വാസമുണ്ട്, ദൈവസ്നേഹം ഇല്ല. മനസ്സിലായില്ലേ? ദൈവസ്നേഹം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? കർത്താവ് പറഞ്ഞു, ടേക്ക് ദ ബേർഡ് ഓഫ് ഗോഡ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. ശ്രദ്ധിക്കട്ടെ. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ
തിരുകൃപ മതി എനിക്ക്. Take the word of God. Read it. യോഹന്നാൻ 14:15. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. Praise the Lord. അതായത് ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം ഉണ്ടോയെന്നറിയാൻ വേണ്ടി കുറേ ഇൻഡിക്കേറ്റർ ലാംപ്സ് ഉണ്ട്. ഒരാൾക്ക് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലേ. പനി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്താ ഉള്ളത്? തെർമോമീറ്റർ അല്ലേ. കക്ഷത്തെ വായിലെ കുത്തി കയറ്റി വെച്ചിട്ട് നഴ്സുമാരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി കുറേ ഇൻഡിക്കേറ്റർ ഉണ്ട്. എന്താ ഇപ്പോൾ കൃപാസന മാതാവിൻ്റെ ഇൻഡിക്കേറ്റർ നമുക്കുണ്ടായിരുന്നു. ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പോൾ എവിടെയാണെന്ന് സണ്ണിയുടെ വീട്ടിലാണ് ചെന്നപ്പോൾ അവിടെ കൃപാസന മാതാവിൻ്റെ സന്ധ്യയ്ക്ക് ഒരു ചെറിയൊരു ചതുരത്തിൽ മാതാവ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണം. അപ്പോൾ ഒരു പ്ലഗ്ഗാണ്, ആഴ കൊണ്ടുവന്ന് കൊടുത്താണ് ഇവിടെ. അപ്പോൾ തീർന്നാൻ തോന്നാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ രാത്രി മാതാവ് ഇരുട്ടത്ത് തെളിഞ്ഞ് നിൽക്കും. എന്നുവെച്ചാൽ അതിൻ്റെ കറണ്ട് ഉണ്ടെന്ന് അറിയാനുള്ള ഇൻഡിക്കേറ്ററാണത്. ഇൻഡിക്കേറ്റർ ഇതുപോലെ ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ഇൻഡിക്കേറ്ററുണ്ട്. എന്താ ഇൻഡിക്കേറ്റർ? എൻ്റെ അടുത്തുള്ള സൂചന ഇയാൾക്ക് ദൈവസ്നേഹമുണ്ട്. എന്താ സൂചന? ഒന്നാമത്തെ സൂചന, ഇയാൾക്ക് നിത്യതയെക്കുറിച്ചുള്ള ആർഡൻ്റായിട്ടുള്ള ചിന്തകളുണ്ടാവും. അതാണ് ഏറ്റവും കാര്യം. വെച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ടെമ്പററി ആയിട്ടല്ല സ്നേഹിക്കണത്. ആണോ? അല്ല. നിങ്ങളിപ്പോൾ നമ്മുടെ എല്ലാ റിലേഷൻസും ടെമ്പററിയാണ്. മക്കളോടുള്ള റിലേഷൻ എന്താ? ടെമ്പററിയാണ്. അമ്മ മരിക്കുമ്പോൾ മക്കൾ കമന്ന് വീണ് നിലവിളിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അടക്കുന്നു, പിന്നെ ഒരു കൊല്ലം കുഴിക്കാൻ പോയി പ്രാർത്ഥിക്കുന്നു, ചിലപ്പോൾ ഒത്താലായി, ഇല്ലെങ്കിൽ പിന്നെ ഇല്ല. ആ ചാപ്റ്റർ ക്ലോസ്. ടെമ്പററി റിലേഷനേ ഉള്ളൂ. അമ്മയാണെന്ന് പറഞ്ഞാൽ മകളാണെന്ന് പറഞ്ഞാൽ റിലേഷൻ ടെമ്പററിയാണ് കേട്ടോ. ഇത് ഏതാണ്ട് ഭയങ്കര നിത്യ റിലേഷനാണെന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത്. അവിടെയല്ലേ കുഴപ്പം വന്നിരിക്കണേ. ദൈവത്തെക്കാൾ വലിയ റിലേഷനാണ് എൻ്റെ ഭർത്താവുമായിട്ട്. നിങ്ങളാണ് എൻ്റെ ദൈവം എന്നൊക്കെ പറയണവരില്ലേ. ഇങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുന്ന കാലത്തൊക്കെ എന്തെല്ലാം പൊട്ടത്തരമാണ് മനുഷ്യൻ പറഞ്ഞിരിക്കണേ. ഇതിനെല്ലാം നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആരെ വെച്ചാലും പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം നിങ്ങളുടെ ദൈവം അതുപോലെയുള്ള നിങ്ങളുടെ ഭർത്താവിനെ പോലെയുള്ളൊരു സംഭവമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിനെ അപമാനിക്കണതിനേക്കാൾ വലിയ കാര്യമുണ്ടാകും. അപ്പോൾ ഭർത്താവിനെ കയറി ഭാര്യയെ കയറി ദേവി ദേവാന്നൊന്നും വിളിച്ചേക്കരുത്. അവരങ്ങനെയൊന്നും അല്ല. വേറുള്ള മനുഷ്യർ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് ചാകും, ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചാകണത്. എന്നാൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. ആവശ്യമില്ലാത്ത ഞാൻ ഭാര്യ ഭർത്താക്കന്മാരോട് പോലും പറയാറുണ്ട്, അമിതമായിട്ടൊന്നും അങ്ങനെ സ്നേഹിക്കാൻ നിൽക്കേണ്ടെന്ന് പറയും. എന്താ കാര്യം? ഇപ്പം ഞങ്ങളെപ്പോലുള്ള അച്ഛന്മാരെന്താ ചെയ്യണത്? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ സ്നേഹിച്ച് ഭംഗിയായിട്ട് കുഞ്ഞുങ്ങളെ കൂടി ജീവിക്കാനല്ലേ ഞങ്ങളൊക്കെ ആഗ്രഹിക്കത്തുള്ളൂ. പക്ഷേ ഞാൻ പറയും, ഒത്തിരി അങ്ങോട്ട് സ്നേഹിക്കേണ്ട കാര്യം ഒരു 70% സ്നേഹം കൊടുത്താൽ മതി. എന്താ കാര്യം? ഈ സാധനം കയ്യിൽ നിന്ന് പോകും. കയ്യിൽ നിന്ന് പോകുമ്പോൾ അപ്പം കിടന്ന് നിങ്ങളെ പോയി നിലവിളിച്ചിട്ട് ബോധം കെട്ട് പിന്നിട്ട കാര്യമൊന്നുമില്ല. പോയത് പോയി. അപ്പം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിലേക്ക് ഏൽപ്പിക്കാൻ പറ്റും എന്നുള്ള ബോധത്തിൽ വേണം ഭർത്താവിനെയും ഭാര്യനെയും സ്നേഹിക്കാൻ, മക്കളെ സ്നേഹിക്കാനും. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നിങ്ങൾ നിത്യതയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനായിരിക്കും. ഇപ്പം മഞ്ജുഷ് സാറ് എന്താ പറയണത്? ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ വിനോദങ്ങളും അവസാനിപ്പിച്ചു. എന്താ നമ്മൾ പറയണത്? ഞങ്ങളുടെ റിലേഷൻസ് എല്ലാം അവസാനിപ്പിച്ചു. കുറച്ച് നാൾ ദൈവമായിട്ട് ജീവിക്കാൻ തീരുമാനം. എന്ത് സത്യസന്ധമായിട്ടാണ് വിഷയം സീരിയസ് ആയിട്ട് ആൾക്കാർ എടുക്കണതേ. നല്ല എഡ്യൂക്കേറ്റഡ് ഓഡിയൻസ് എല്ലാം ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതെന്താ കാര്യം? അവർക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സംഭവം പക്ക സ്ക്രിപ്ചറലാണ്. തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്താൽ, ഇതിൻ്റെ മാത്തമാറ്റിക്സ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫയർ ആകും. ഇതിൽ നമുക്ക് അംബിഗ്വിറ്റി ഒന്നുമില്ല. എന്താണ്? നടക്കുമോ? നടന്നാൽ കൊള്ളാം, നടന്നാലായി, അങ്ങനെ ഒരു സംഭവമില്ല. ഇത് നടന്നില്ല പിന്നെ ഒന്നും നടക്കത്തില്ല. അതാണ് സംഭവം. ഇത് നടന്നില്ലെങ്കിൽ കാര്യം ഒന്നും നടക്കത്തില്ല. അത്ര കണ്ട് പെർഫെക്റ്റ് ഫോർമുലയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്താ പറയണത്? നിങ്ങൾ ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആണ് നമ്മുടെ ലക്ഷ്യം. ഗ്രേസ് അല്ല, കൃപ മാത്രമല്ല. കൃപയ്ക്ക് ഉടമ്പടി എടുക്കേണ്ട ഒരു കാര്യമില്ല. ഉടമ്പടി ജീവിക്കുന്നത് അപ്പോൺ ഗ്രേസ് ആണ്. ലൈക്ക് ദ വേർഡ് ഓഫ് ഗോഡ്,
യോഹന്നാൻ 1:16. വായിച്ചോളൂ. അവന്റെ പൂർണ്ണതയിൽ നിന്ന് അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒക്കേഷൻ ദൈവ വിളിയെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മേൽകൃപയുടെ സ്വീകരണമാണ്. അതിനാണ് ഈ ഉടമ്പടിയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചന്ദ്രയാൻ പോലെ തന്നെ സമുദ്രയാൻ വരുന്നുണ്ട്. ചന്ദ്രയാൻ പോലെ തന്നെ ഇപ്പം 400 മീറ്റർ അല്ലെങ്കിൽ 4 കിലോമീറ്ററാണ് നമ്മുടെ ടൈറ്റാനിക്കിൽ തിരക്കി പോയത്. അന്നേരം അവർ സമുദ്രത്തിൻ്റെ മർദ്ദം കൊണ്ട് ആ സമുദ്രയാനം പൊട്ടിപ്പോയി. പക്ഷേ ഇന്ത്യ വിക്ഷേപിക്കാൻ പോണത് 6 കിലോമീറ്റർ താഴെപ്പുള്ള സംഭവമാണ്. 6 കിലോമീറ്റർ സമുദ്രയാൻ പദ്ധതി. ഇപ്പം സൂര്യയാൻ ഇന്നലെ പോയി, ഇനിയിപ്പോൾ സമുദ്രയാൻ വരുന്നു. അപ്പം ഇങ്ങനെ നാട് തിളങ്ങുകയാണ് നമ്മുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. എന്താ കാര്യത്തിൽ ഇന്ത്യക്കാരന് ഒരു അഭിമാനമുണ്ട്. ഏത് രാജ്യത്ത് ചെന്നാലും നമ്മൾ ചുമ്മാ കച്ചറ ആൾക്കാരല്ല. നമ്മുടെ മുമ്പിൽ സെല്യൂട്ട് ചെയ്യുന്ന ഒരു കാലം ഉണ്ടാകും. ലോകം കൈയിട്ടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോഴേ ഇതിൻ്റെ ഒരു ടെക്നോളജി, ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്, ആദ്യം നിങ്ങളെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കണം. ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കാതെ ഈ ഉടമ്പടി അതിൻ്റെ ഫുള്ളായിട്ട് ഫ്ലഡ്ജിൽ വരത്തില്ല. ഉടമ്പടി ഫെയർ ആകും. പക്ഷേ നമ്മളെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മേൽകൃപയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അപ്പോൺ ഗ്രേസ് എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗ്രേസ് കൃപ എന്ന് പറയുന്നത് അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇറ്റ്സ് എ പവർ ഓഫ് ഗോഡ്. 2 കൊറിന്ത്യൻസ് 12:9 എന്താണ്? പവർ ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ പവറാണ്. അപ്പോൾ ഈശോ തൻ്റെ പീഡാനുഭവത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, പിതാവിനെ മഹത്വപ്പെടുത്തിയതിലൂടെ, പിതാവിൻ്റെ മഹത്വം, ഏകജാതിൻ്റെ മഹത്വം രക്ഷാകര നടപടികളിലൂടെ അത് 10 മടങ്ങായിട്ട് വർദ്ധിക്കപ്പെട്ടപ്പോൾ വലിയൊരു കൃപയുടെ പവർ ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടാപ്പ് ചെയ്യണത്. ഇത് ടാപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഓരോ അംശവും ടെക്നിക്കലായിട്ട് നിങ്ങൾ ടെക്നിക്കലായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. ആദ്യമേ തുടങ്ങേണ്ടത് തന്നെ ദൈവസ്നേഹത്തിൽ ഓരോ ആഴ്ചയിൽ നിങ്ങളൊന്ന് നോക്കണം. ഇൻഡിക്കേറ്ററാണ്. എന്താണ്? നിങ്ങൾക്ക് ദൈവസ്നേഹമുണ്ടെങ്കിൽ എന്താണ്? നിത്യതയെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കും. എല്ലാ ദിവസവും നിത്യതയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ല. ചുമ്മാ കാനഡയിൽ പോയി പുട്ടടിച്ചാൽ മാത്രം മതിയെന്ന് ചിന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. മനസ്സിലായില്ലേ? നിത്യതയെക്കുറിച്ച് ചിന്തയില്ല. IELTS പാസ്സായി കാനഡയിൽ പോയി പുട്ടടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാനഡ UK ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. ടേക്ക് ദ ബെഡ് അപ്പ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകം. യോഹന്നാൻ 5:42. യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം. എങ്ങനെയുണ്ട് പരിപാടി? കേട്ടില്ലേ? പണി പാലം വെള്ളത്തിൽ വരുന്നുണ്ട്. പറഞ്ഞ നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അതാണ് പ്രശ്നം. എങ്ങനെ അങ്ങനെ ഒരു നോട്ട് പച്ച മഷി ചുവപ്പ് മഷി കിട്ടാൻ നിങ്ങളുടെ ഉടമ്പടി കുളമാവും. ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. കേട്ടില്ലേ? യോഹന്നാൻ 5:42 എന്താ പറയണത്? ഈശോ പറഞ്ഞ വാക്ക. ഐ നോ യു, എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾക്ക് എന്തില്ല? ആരോഗ്യമില്ല, കണ്ണില്ല, കാഴ്ചയില്ല, മുടന്തില്ല, ആവതില്ല. അതൊക്കെ എന്തെങ്കിലും ഇല്ലെങ്കിൽ കർത്താവ് പരിഹരിക്കും. പക്ഷേ പരിഹരിക്കാൻ പറ്റാത്ത നമ്മൾ തന്നെ പരിഹരിക്കേണ്ട സംഭവമുണ്ട്. എന്താണത്? ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞേ. എനിക്ക് നിങ്ങളെ അറിയാം. യോഹന്നാൻ 5:42 എനിക്ക് നിങ്ങളെ അറിയാം.
നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. ദൈവസ്നേഹമില്ല. കർത്താവെ, ഞാൻ ഉടമ്പടി 5 പുതുക്കിയതാണ്. അപ്പോൾ കർത്താവ് പറയും, എനിക്ക് നിങ്ങളെ അറിയാം, 10 പുതുക്കിയാലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല, കാരണം നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയെ ഫയറാക്കുന്ന ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. മക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ദാറ്റ് റിലേഷൻ ഈസ് നോട്ട് ടെമ്പററി. പ്രീഡിയോ കാര്യം എന്താണ്? ദൈവം നിത്യതയുടെ ആളാണ്. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ആ ദൈവസ്നേഹമുള്ള വ്യക്തിക്ക് ദൈവത്തോടുള്ള സ്നേഹം ടെമ്പററി ആയിരിക്കത്തില്ല, താൽക്കാലികമല്ല. എന്താ കാര്യം? ദൈവം ഒരു തൽക്കാലൻ അല്ല. നമ്മളൊക്കെ തൽക്കാലന്മാരാ, ദൈവം തൽക്കാലനല്ല, നിത്യതയായത് കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവൻ നിത്യതയോളം ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. കൈയടിച്ച് കർത്താവ് അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടുക. ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന കൈകൾ വീശിക്കൊണ്ട് ആരാധന യേശുവേ, ആരാധന. പ്രൈസ് ദി ലോർഡ്. അപ്പം നിത്യതയെക്കുറിച്ച് ചിന്തിച്ചാൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ട്. ദാറ്റ് മീൻസ് നിത്യതയെക്കുറിച്ചുള്ള സ്നേഹമാണ് ഒരു ഇൻഡിക്കേറ്റർ. എന്തിൻ്റെ ഇൻഡിക്കേറ്റർ? നിങ്ങളിൽ ദൈവസ്നേഹം ഉണ്ട് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ. രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താ? ദൈവസ്നേഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? സൂചന എന്താണ്? യോഹന്നാൻ 14:15 എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. എന്റെ കൽപ്പന പാലിക്കും. അപ്പോൾ വചനം പാലിക്കുമെന്ന് അർത്ഥം. വചനം എന്തിനുള്ളതാണ്? വചനം എന്തിനുള്ളതാണ്? പാലിക്കാൻ. അല്ല 3000 പ്രാവശ്യം വചനം എഴുതാനുള്ളതല്ല. എഴുതിക്കോ, പാലിക്കാൻ വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. എഴുതാൻ വേണ്ടി വചനം എഴുതിയിട്ട് കഥയൊന്നുമില്ല. മനസ്സിലായില്ലേ? കാര്യം ഇപ്പം ഇന്നലെ ആ മഞ്ജു സാറിൻ്റെ സാക്ഷ്യം, ഇതിൻ്റെ രണ്ടാം ഭാഗം എന്ന് വെച്ചാൽ ആ മനുഷ്യൻ ഒരു ഉടമ്പടിക്കാലം കൊണ്ട് 90 ദിവസം കൊണ്ട് 15 തവണ സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് കേൾക്കും. 15 തവണ ഉടമ്പടിക്കാലത്ത് 15 തവണ വചനം വായിച്ച് കേൾക്കും. അപ്പോൾ ഈ ഉടമ്പടി എടുത്തിട്ടുള്ള എത്ര പേര് അച്ഛൻ പറഞ്ഞ പോലെ അരമണിക്കൂറെങ്കിലും ഒരു ദിവസം വചനം വായിക്കുന്നുണ്ട്? ഒന്ന് ഉള്ളവരെ കൃത്യമായിട്ട് ഉള്ളവരെ കൈവെക്കാവും. ഒന്ന് കൈവെക്കേ. ഒത്തിരി പേര് കൈപൊക്കണില്ല. എന്താ കാര്യം? നിങ്ങൾ അരമണിക്കൂർ വചനം വായിക്കുന്നില്ല. നിങ്ങൾക്കത് റിസ്ക്കായിട്ട് തോന്നും, ഭാരമായിട്ട് തോന്നണം, അല്ലേ? ഭാരം. അപ്പോഴേ ഇവിടെ എന്താ പ്രശ്നം വന്നിരിക്കുന്നത്? ഇപ്പം അരമണിക്കൂർ വചനം വായിക്കണം, അത് ഉടമ്പടി നിർബന്ധമുള്ളതാണ്. ഇപ്പം കൈപൊക്കാൻ പറഞ്ഞപ്പോഴേ ഒരു 20% പേരാണ് അരമണിക്കൂർ വചനം വായിക്കുന്നവരുള്ളത്. ബാക്കി 75% പേര് വായിക്കുന്നില്ല, വചനം വായിക്കണില്ല. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നണം. വചനം വായിക്കുന്നത് ഭാരമാണ്. ഈ ഭാരം എന്തുകൊണ്ടാണ് വരണത്? ഒരു വിഷയം ഭാരമാകണം എന്തുകൊണ്ടാണ്? ഇപ്പോൾ എന്നോട് പറയുകയാണ്, ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊരു 50 കിലോന് ഇവിടെ വെച്ചേക്കാണ്, എന്നോട് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭാരമല്ലേ? അത് എടുക്കാൻ പൊങ്ങത്തില്ല, ഇല്ല, അതിനുള്ള ആവത് എനിക്കില്ല. അപ്പം നിങ്ങൾക്ക് അരമണിക്കൂർ വചനം വായിക്കാൻ ആവതില്ലെന്ന് എൻ്റെ അർത്ഥം. ബലമില്ല. ഈ സാറ് ആ സമയത്ത് എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാം? 15 തവണ ഈ സംഭവം വായിച്ചു. എന്താണ്? വചനം വായിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പുള്ളി ഓഡിയോ ഇട്ടിരിക്കുകയാണ് 24 മണിക്കൂറും. വചനത്തിൻ്റെ ഓഡിയോ ഇട്ടിരിക്കുകയാണ്, സമ്പൂർണ്ണ ബൈബിളിൻ്റെ. എന്നിട്ട് അപ്പനും മക്കളും എല്ലാം ഇതിൽ ഈ വചനം കേൾക്കുന്ന ഒരു അഭിഷേകത്തിലാണ്. അത് കാരണം അപ്പം വചനത്തോടുള്ള സ്നേഹമാണത് വരണതേ. വചനത്തോടുള്ള സ്നേഹം കൊണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കരുന്ന്. കുഞ്ഞുങ്ങൾ മൊബൈൽ കുത്തണേന്ന് പറഞ്ഞ് അമ്മമാർ വന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് തലക്കുടിപ്പിക്കും. അച്ഛാ, ഇവൻ എപ്പോഴും മൊബൈലിൽ കളിയാണ്. ഈ സാറിൻ്റെ മക്കൾ മൊബൈലിൽ കളിയാണെന്ന്. എന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്തില്ല അയാൾ എന്ത് ചെയ്ത്? കർത്താവിൻ്റെ വചനം കൊണ്ടുവന്ന് വീട്ടിൽ ഓൺ ചെയ്തിട്ട് 24 മണിക്കൂർ രാത്രി കിടന്നുറങ്ങുമ്പോഴും വചനം ഓണായിക്കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഭിഷേകം കിട്ടി. അവരിതൊക്കെ മാറ്റിയിട്ട് വചനം വായിക്കാൻ കേൾക്കാൻ തുടങ്ങി. അതിനാണ് വിഷയം. ഇതിന് നമുക്കൊരു മിനിമം ദൈവസ്നേഹം വേണം. ഉടമ്പടി ദൈവസ്നേഹത്തിൻ്റെ ഒരു പദ്ധതിയാണത്.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങൾ എന്റെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങൾ ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ എനിക്ക് ആന്തരിക അഭിഷേകം തരണമേ. എനിക്ക് ആന്തരിക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ഉടമ്പടി നിബന്ധനകൾ ശ്രദ്ധാപൂർവം പാലിക്കുവാൻ, ദൈവസ്നേഹത്തോടെ പാലിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എന്നെ സ്നേഹിച്ചു നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തിക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തിക്കാൾ സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തിക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തിക്കാൾ